കിടങ്ങൂർ JC പാലസിൽ വെച്ച് കിടങ്ങൂർ JCIയുടെ 27ാമത് ഇൻസ്റ്റലേഷൻ സെറിമണി നടത്തി. കിടങ്ങൂർ JC പാലസിൽ വെച്ച് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ JC പ്രോഗ്രാം ഡയറക്ടർ മനോജ് ചെറുകര സ്വാഗതം ആശംസിച്ചു. കിടങ്ങൂർ JCIയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് സ്ഥാനം ഇന്ന് ഇവിടെ നൽകുന്നതോടൊപ്പം പുതിയ തലമുറയിലേക്കുള്ള ഒരു അധികാര കൈമാറ്റം കൂടിയാണ് ചെയ്യുന്നത്. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ചെയർമാൻ സോൺ കോർഡിനേറ്റർ ട്രെയിനിങ് JC സെനറ്റർ സുധീർ കൃഷ്ണയെ ഈ പ്രോഗ്രാമിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തു. നമ്മുടെ ചീഫ് ഗസ്റ്റായി എത്തിയിട്ടുള്ളത് സോൺ ഡയറക്ടർ ട്രെയിനിങ് JC സെനറ്റർ അശ്വതി റോയ്. അശ്വതി റോയെ എല്ലാവർക്കും പരിചിതമാണ്. അശ്വതി റോയെ ഏറെ സന്തോഷത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് ആർദ്രമായി സ്വാഗതം. ഈ പ്രോഗ്രാമിൽ നമ്മൾ ആദരിക്കുന്ന വ്യക്തിത്വമാണ് സുരേഷ് ബാബു. കിടങ്ങൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡന്റ് കൂടിയായ അദ്ദേഹത്തിന് നമ്മൾ പരിചയപ്പെടുത്താനില്ല എങ്കിലും അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് എല്ലാ സ്നേഹാദരങ്ങളോടെയും ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്തു. ഈ പ്രോഗ്രാമിലെ സെലിബ്രിറ്റി ഗസ്റ്റ് മിസ് സൗത്ത് ഇന്ത്യ ഹർഷ ശ്രീകാന്താണ്. ഹർഷ ശ്രീകാന്തിനെ ഹർഷാനോടെ ഈ വേദിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തു. കിടങ്ങൂർ JCIയുടെ നിയുക്ത പ്രസിഡന്റ് രേവതി ബിജു ഏറെ സന്തോഷത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് രേവതി ബിജുവിനെ ആദരമായി സ്വാഗതം ചെയ്തു. JC സൊസൈറ്റിയുടെ ഊർജ്ജസ്വലനായ പ്രസിഡന്റ് PK രാജചേട്ടനെ ഈ വേദിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. കിടങ്ങൂർ JC സൊസൈറ്റിയുടെ സെക്രട്ടറി പ്രവീൺ P അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യും. കിടങ്ങൂർ JCIയുടെ ട്രഷറർ JC ജോസ് B തോമസ് ഏറെ സന്തോഷത്തോടെ ജോസിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. കിടങ്ങൂർ JCI JJ നികുൽജി കൃഷ്ണനെ ഈ വേദിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യും. പ്രസ്തുത പരിപാടിയിൽ സോൺ കോർഡിനേറ്റർ ട്രെയിനി JC സെനറ്റർ ശ്രുതി കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. പ്രിയപ്പെട്ട ഇന്നത്തെ യോഗത്തിൻ്റെ ചീഫ് ഗസ്റ്റ് അശ്വതി റോയ്, ഗസ്റ്റ് ഓഫ് ഓണർ നമുക്കെവർക്കും പ്രിയപ്പെട്ട സുരേഷേട്ടൻ, മറ്റ് വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട JC കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് ഇന്ന് വൈകുന്നേരം ഇവിടെ നിൽക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, 2022 വർഷത്തിൽ, അതായത് JCI കിടങ്ങൂരിൻ്റെ 25ാമത്തെ വനിതാ പ്രസിഡൻ്റായിട്ട്, 25ാമത്തെ പ്രസിഡന്റ്, ആദ്യത്തെ JCI കിടങ്ങൂരിൻ്റെ ക്ഷേത്രത്തിൽ അതുവഴി വനിതാ പ്രസിഡൻ്റായിട്ട് ഇവിടെ സ്ഥാനം ഏൽക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. അതിനുശേഷം 2 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഈ ചെയറിൽ ഇരുന്നുകൊണ്ട് മറ്റൊരു വനിതാ പ്രസിഡന്റ് സ്ഥാനം ഏൽക്കുന്ന സമയത്ത് ഇവിടെ നിൽക്കാൻ കഴിയുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. അതുകൂടാതെ JCI കിടങ്ങൂരിൽ മറ്റൊരു ചരിത്രം കൂടി സൃഷ്ടിക്കപ്പെടുകയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റാണ് വരാൻ പോകുന്നത്, JC രേവതി ബിജു. അതുപോലെ തന്നെ ഇത്തവണ നമുക്കൊരു ഐക്കോണിക് ട്രെയിനറെ കൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്തു. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് അടുപ്പിച്ച് നമുക്കൊരു ഐക്കോണിക് ട്രെയിനർ അവാർഡ് ലഭിക്കുകയുണ്ടായി. അത് മറ്റാരുമില്ല, നമ്മുടെ പാസ്റ്റ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള നിതിൻ കൃഷ്ണയ്ക്കാണ്. അതിലേറെ സന്തോഷം ഇന്ന് ഇവിടെ ഈ വേദിയിൽ നമ്മോടൊപ്പം സോൺ 22 നിന്ന് 2 പേർക്കാണ് ഐക്കോണിക് ട്രെയിനർ അവാർഡ് കിട്ടിയത്. അതിൽ ഫൈനലിൽ സെക്കൻഡ് റണ്ണറപ്പ് ആയിട്ടുള്ളത് നമുക്ക് ആർക്കും പ്രിയപ്പെട്ട നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള അഡ്വക്കേറ്റ് അശ്വതി റോയിയാണ്. അതിനുള്ള ഏറ്റവും വലിയ സന്തോഷവും ഞാൻ നിങ്ങളോടൊപ്പം പങ്കിടുകയാണ് അതിനകത്ത്. അതോടൊപ്പം തന്നെ JC കിടങ്ങൂരിന് ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ
ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സപ്പോർട്ടും വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. JJCC. പ്രസ്തുത പരിപാടിയിൽ കിടങ്ങൂർ JCIയുടെ 27ാമത് പ്രസിഡന്റായി JC രേവതി ബിജുവിനെ തിരഞ്ഞെടുത്തു. I do solemnly swear that I shall faithfully execute the office of local organization president of JCI Kidangur and will to the best of my ability serve as a living example of this organization's philosophy and beliefs and will uphold and enforce the constitution and policy of this organization at all times. I declare JC Revati Biju as the president of JCI Kidangur for the year 2024. കിടങ്ങൂർ JCCന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റാണ് JC രേവതി ബിജു. ഗുഡ് ഈവനിങ് ഓൾ. 1998 JCI പ്രസ്ഥാനം കിടങ്ങൂരിൽ തുടങ്ങിത്തന്ന ചാർട്ടർ പ്രസിഡന്റ് ഹരിച്ചേട്ടൻ, മുൻ ലീഡേഴ്സായ പ്രകാശ് അങ്കിൾ, ജോമോൻ അങ്കിൾ, ശ്യാം ശിവാനന്ദൻ ചേട്ടൻ എന്നിവർ ഇന്ന് നമ്മോടൊപ്പമില്ല. അവരുടെ സ്നേഹം നിറഞ്ഞ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. Respected Chief Guest of the Day, JCI Senator Ashwini Roy, Zone Director Training. ഏറ്റവും പ്രിയപ്പെട്ട ഗസ്റ്റ് ഓഫ് ഓണർ സുരേഷ് ചേട്ടൻ, കിടങ്ങൂർ സൊസൈറ്റി കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ്. മിസ് സൗത്ത് ഇന്ത്യ ഹർഷ ശ്രീകാന്ത്, JCI സെനറ്റർ ശ്രുതി കൃഷ്ണ, JC TK രാജു, JC പ്രവീൺ നായർ, JC ജോസ് ബി തോമസ്, JC മനോജ് ചെറുകര, JJ നിതിൻ കൃഷ്ണ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്ന മറ്റ് ലോക്കൽ ഓർഗനൈസേഷൻ മെമ്പേഴ്സ്, JCI കിടങ്ങൂരിൻ്റെയും സൊസൈറ്റിയുടെയും പ്രിയപ്പെട്ട മെമ്പേഴ്സ്. 100-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1915 യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ സെന്റ് ലൂയിസ് മിസോറിയിൽ ഹെൻറി ഡിസംബർ എന്ന ദീർഘദർശി തുടങ്ങി വെച്ച ഇന്ന് 124 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ എന്ന യുവജന പ്രസ്ഥാനത്തിന്റെ കിടങ്ങൂർ ലോമിനെ നയിക്കുക എന്ന കർത്തവ്യമാണ് നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ഹൃദയപൂർവ്വം ഞാൻ സ്വീകരിക്കുന്നു. ജൂനിയർ ചേംബർ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഓരോ വ്യക്തികളുടെയും ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് ആണ്. അതിലൂടെ സമൂഹത്തിൽ പുരോഗതിയും രാജ്യത്തിന്റെ വളർച്ചയും കേരളത്തിന്റെ നന്മയുമാണ് ലക്ഷ്യം. അതിനായി മികച്ച കമ്മ്യൂണിറ്റികൾ രൂപീകരിക്കുന്നു, ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ നടത്തി വരുന്നു, യുവജനങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ വർഷത്തെ കിടങ്ങൂർ JCIയുടെ പ്രവർത്തനങ്ങൾ കൂടുതലായി സ്കൂൾ കോളേജ് തലത്തിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനായി നമ്മുടെ ലോൺ പരിമിതിയിൽ വരുന്ന എല്ലാ സ്കൂൾ കോളേജുകളിലും സ്പെഷ്യലി JJVN രൂപീകരിച്ച് മികച്ച പരിശീലനങ്ങൾ നൽകുന്നതിന് മുൻതൂക്കം. അതെ, നമ്മൾ വ്യത്യാസം വരുത്താൻ പോവുകയാണ്. അതാണല്ലോ ഈ വർഷം JCIയും JCI ഇന്ത്യയും തിരഞ്ഞെടുത്തിരിക്കുന്ന തീം, ലെറ്റ്സ് മേക്ക് എ ഡിഫറൻസ്. തുടക്കം മുതൽ തന്നെ JCIയുടെ ലീഡർഷിപ്പിലേക്ക് എന്നെ എത്തിച്ച എല്ലാ JCI സൊസൈറ്റി കുടുംബാംഗങ്ങളോടും ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാവരും ഒപ്പമുണ്ടെന്ന വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു. നമുക്ക് ഒന്നിച്ചു മുന്നേറാം. താങ്ക് യു. JCIs ബി ബെറ്റർ. പരിപാടിയിൽ സോൺ ഡയറക്ടർ ട്രെയിനി JC സെനറ്റർ അശ്വതി റോയ് ചീഫ് ഗസ്റ്റ് ആയിരുന്നു. ഇവിടെ ഒരു ചീഫ് ഗസ്റ്റ് ആകാൻ പറ്റിയതിലും എന്നെ ക്ഷണിച്ചതിലുമുള്ള സന്തോഷം ആദ്യം തന്നെ അറിയിക്കട്ടെ. JCI കിടങ്ങൂരിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ ആത്മബന്ധങ്ങളുള്ള ഒരു ലോക്കൽ ഓർഗനൈസേഷനാണ്. നമ്മളുടെ ലോക്കൽ ഓർഗനൈസേഷൻ്റെ 4 ചുമരുകൾക്ക് അപ്പുറത്തേക്ക് എന്തൊക്കെ സാധ്യമാണ് എന്ന് കാണിച്ചു തന്ന ഒത്തിരിയേറെ ബന്ധങ്ങളുള്ള ഒരു ലോക്കൽ ഓർഗനൈസേഷനാണ് JCI കിടങ്ങൂർ. സ്റ്റാർട്ടിങ് ഫ്രം JC നിജോയ് സർ, അദ്ദേഹം കണ്ട ഒരു വലിയ സ്വപ്നമാണ്. ഞാനൊക്കെ JJ ഒരു JJ ചെയർപേഴ്സണായി ഒരു പക്ഷേ പുറത്ത് പഠിക്കാൻ പോയപ്പോൾ അവിടെ അവസാനിക്കേണ്ട ഒരു JC കരിയർ ആയിരുന്നു. പക്ഷേ അന്ന് ജൂനിയർ ZGB എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിനെ ഫോം ചെയ്യുകയും
കുട്ടികൾക്ക് വേണ്ട അവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ജെ സോൺ പ്രസിഡന്റ്, സോൺ വൈസ് പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞൊരു ബോഡി ക്രിയേറ്റ് ചെയ്യുകയും അങ്ങനെ ഞങ്ങളെ ഇതിൽ പിടിച്ചു നിർത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ആ സ്വപ്നത്തിൻ്റെ ഭാഗമാണ് ഞാൻ എന്ന് പറയുന്നതിൽ ഒത്തിരി സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. പിന്നീട് ഇങ്ങോട്ട് JCI കിടങ്ങൂരുമായിട്ടുള്ള എൻ്റെ ബന്ധം JC നിതിൻ കൃഷ്ണ, അദ്ദേഹം എൻ്റെ ഒപ്പം ECTWS എൻ്റെ ഒപ്പം പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു. തമാശയ്ക്കാണെങ്കിലും അദ്ദേഹം ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യം, അന്ന് പെറ്റിക്കോട്ട കിട്ടല്ലേ അശ്വതി വന്നതെന്ന് ചോദിക്കും. കാരണം ഒരു 21 വയസ്സുകാരിയുടെ കൗതുകത്തിലാണ് അന്ന് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തത്. അന്ന് ട്രെയിനിങ് കഴിഞ്ഞ് നമുക്ക് ECTWS കഴിയുമ്പോൾ അസൈൻമെൻറ്റ് ചെയ്യണം. പക്ഷെ ഞാൻ അന്ന് പൂനെയിൽ പഠിക്കുകയാണ്. എനിക്ക് ഏതാണ്ട് 1.5 ആഴ്ച മാത്രം സമയം ബാക്കി നിൽക്കുന്നു. 7 അസൈൻമെൻറ്റുകളോടും ചെയ്ത് തീർത്തിട്ട് വേണം എനിക്ക് പൂനെയിലേക്ക് പോകാൻ. അപ്പോൾ അന്ന് അദ്ദേഹം സോൺ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. എനിക്കൊപ്പം അദ്ദേഹത്തിൻ്റെ LAV LTMT എടുക്കുന്ന സമയത്ത് എന്നെ അവിടെ ഓരോ ലോക്കൽ ഓർഗനൈസേഷനിൽ കൊണ്ടുപോവുകയും അവിടെ ഞാൻ ID ട്രെയിനിങ്ങുകൾ കണ്ടക്ട് ചെയ്യുകയും അങ്ങനെ ഒരു ട്രെയിനർ എന്ന നിലയിൽ ഏറ്റവും ഒരു ബേസിൽ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തിത്വമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പത്നി JC സെനറ്റർ ശ്രുതി കൃഷ്ണയിലൂടെയും പിന്നീട് ഇപ്പോൾ JC ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അന്ന് JGBയിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന JG അശ്വതി, സുരേഷ് സാറിൻ്റെ മകളാണ്. അങ്ങനെ ഒത്തിരി പേരുമായിട്ട് പിന്നെ JC ജെയിംസ് പാസ് പ്രസിഡന്റ്, അപ്പം ഞങ്ങളൊക്കെ അച്ചാച്ച എന്നാണ് സ്നേഹത്തോടെ വിളിക്കുന്നത്. അങ്ങനെ ഒത്തിരി ആൾക്കാരുമായിട്ടുള്ള ബന്ധം, പരിചയം അതൊക്കെ നമ്മളെ വളർത്തുകയാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് ഇന്ന് ഈ അവസരത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഉണ്ടാവുന്നത്. ഇന്ന് പ്രോഗ്രാം ഡയറക്ടറും ഉദ്ഘാടന പ്രസംഗകനുമായ സാറ് പറഞ്ഞ ഒരു കാര്യം അധികാര കൈമാറ്റത്തിൻ്റെ ഒരു ദിവസമാണ് എന്ന് പറഞ്ഞു. ഒരു പഴയ ഒരു തലമുറ മാറി പുതുമയിലേക്ക്, യുവത്വത്തിലേക്ക് ഒരു അധികാര കൈമാറ്റം നടക്കുകയാണ്. അത് കാലം കരുതി വെച്ച ഒരു നീതിയാണ്, കാലം കരുതി വെച്ച ഒരു വസ്തുത തന്നെയാണ്. പലപ്പോഴും 18-നും 40 വയസ്സിനും ഇടയിലുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. കാരണം വേറൊന്നുമല്ല, 40 വയസ്സ് കഴിയുമ്പോൾ he should be or she should be a leader എന്നുള്ള ഒരു പിടിവാശി ഉള്ളതുകൊണ്ട് തന്നെയാണ് ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ എന്ന പേരിൽ നമ്മുടെ യുവത്വത്തെ വളർത്താനും അവർക്ക് വേണ്ട ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാനും വേണ്ടി നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമായി JC നിലകൊള്ളുന്നത്. പ്രസ്തുത പരിപാടിയിൽ കിടങ്ങൂർ സർവീസ് കോർപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റും JC അംഗവുമായ NB സുരേഷ് ബാബുവിനെ ആദരിച്ചു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട JC കുടുംബാംഗങ്ങളെ, എനിക്ക് മുമ്പ് സംസാരിച്ച വളരെ ചെറുപ്പക്കാരായിട്ടുള്ള അവരുടെ എനർജി ഈ നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള ആളുകളെ എല്ലാം മനസ്സ് നിറച്ചിരിക്കുകയാണ്. നമുക്കതാണ് വേണ്ടത്. 1998 ഇതിൻ്റെ ചാപ്റ്ററിൻ്റെ ഒരു മെമ്പറായിട്ട് എനിക്ക് വരുമ്പോൾ എനിക്കന്ന് 22-23 വയസ്സേ ഉള്ളൂ. പക്ഷെ ഞാൻ വളരെ ഷൈയായി. ഈ പ്രസ്ഥാനം എന്താണെന്ന് ആദ്യം വീട്ടുകാരെ ഒന്ന് ബോധിപ്പിക്കണം. കാരണം എന്നാലല്ലേ ഉള്ളൂ വരാൻ. അന്ന് 22 വയസ്സിൽ നമ്മൾ വരുന്ന സമയത്ത് അഭിഭാഷകനായിട്ട്, അഡ്വക്കേറ്റായിട്ട് എൻറോൾ ചെയ്ത് ഇങ്ങനെ പട്ടച്ചെലവിൽ പോലും പൈസ ഇല്ലാതെ നിൽക്കുന്ന സമയത്താണ് അപ്പോഴാണ് നമ്മുടെ ജ്യേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാർ ഇങ്ങനൊരു പ്രസ്ഥാനമുണ്ട്, നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞ് വരുന്നതും. പക്ഷെ അന്ന് നമുക്ക് വരുന്ന സമയത്ത് അങ്ങനെ ആളുകളെ കൺവിൻസ് ചെയ്ത് കൂടെയുള്ള കൂട്ടുകാരോടാണെങ്കിലും പറഞ്ഞ് കൊണ്ടുവരേണ്ട സമയത്ത് നമുക്ക് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതേ കുട്ടികളെ സംബന്ധിച്ചുള്ള ഭാഗ്യം ഞാൻ പറയുന്നത്, അവർ ഈ ലെവലിലാണ് അവർ കളി തുടങ്ങുന്നത്. അതൊരു വലിയൊരു അനുഗ്രഹമാണ്. പരിപാടിയിൽ മിസ് സൗത്ത് ഇന്ത്യ ഹർഷ ശ്രീകാന്ത് സെലിബ്രിറ്റി ഗസ്റ്റായി പങ്കെടുത്തു. എനിക്കിന്ന് തോന്നുന്നു I am also part of history today because the youngest president ആണ് and her team is embarking their journey today and I wish them all the very best. കാരണം it's not easy അല്ലേ, ഇത്രയും ചെറിയൊരു പ്രായത്തിൽ ലീഡർഷിപ്പ് എടുക്കുക അല്ലെങ്കിൽ ഇത്രയും വലിയ കമ്മ്യൂണിറ്റി ഗൈഡ് ചെയ്യുക, ലീഡ് ചെയ്യുക എന്ന് പറയുന്നത് it's not easy. It's definitely not easy and I'm pretty sure Ashwati knows that very well because you've also gone through a lot of that. So they can pair up and do a lot of things, a lot of wonders, and Revati and her team are going to create a lot of wonders. And I'm so happy എനിക്ക് ഇതിൻ്റെ ഭാഗമാകാൻ സാധിച്ചെന്നുള്ളതിൽ. So yes, JCI ഞാൻ കുറച്ച് റിസർച്ചസ് ലൈക്ക് ഓബിയസ്ലി നമുക്കറിയാം, ഒരുപാട് കേട്ടിട്ടുണ്ട് JCI എന്ന് പറയുമ്പോൾ. പക്ഷേ I did my part of research. എനിക്ക് മനസ്സിലായ കാര്യം
ലീഡർഷിപ്പ് കമ്മ്യൂണിറ്റീസ് കൊണ്ട് സൊസൈറ്റിയിൽ പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കുക. അതാണ് JCIയുടെ മോട്ടോ എന്ന് പറയുന്നത് അല്ലേ. ആൻഡ് അത് ബൈ വേർഡ്സ് നമ്മൾ കേൾക്കുമ്പോൾ കോമൺ ആയിട്ടുള്ള വേർഡ്സ് ആണ് ലീഡർഷിപ്പ് കമ്മ്യൂണിറ്റീസ്, പോസിറ്റീവ് ചേഞ്ച്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ആക്ഷൻ, അത് ആക്ഷനിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് എ ഹ്യൂജ് തിങ് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരെല്ലാവരും കൂടി ടീമപ്പ് ചെയ്തിട്ട് വലിയൊരു ഇമ്പാക്റ്റ്, ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് വേൾഡിൽ ക്രിയേറ്റ് ചെയ്യാണ്. നമ്മൾ റിപ്പിൾ എഫക്റ്റ് എന്ന് കേട്ടിട്ടില്ലേ? ഒരു കല്ലിടുമ്പോൾ നമുക്ക് അറിയില്ല എത്ര ദൂരം അതിന് റിപ്പിൾസ് പോകുന്നുള്ളത് അല്ലേ. ഇറ്റ്സ് ഓൾസോ കോൾഡ് ബട്ടർഫ്ലൈ എഫക്റ്റ് അല്ലേ. നമുക്ക് ഒരു ചെറിയ ആക്ഷൻ ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് വിൽ ഗോ ലോങ് വേ. സോ അങ്ങനെ ഒരു ചെറിയ ഓർഗനൈസേഷനായിട്ട് നമ്മളിവിടെ കിടങ്ങൂർ JCI നിൽക്കുകയാണെങ്കിലും we can create a lot of good impacts, അല്ലെ, പോസിറ്റീവ് ഇമ്പാക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഐ ഹോപ്പ് JCIയുടെ മോട്ടോ പോലെ വിൽ സ്റ്റാൻഡ് ട്രൂ ടു ഇറ്റ്. ആൻഡ് ഐ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ് ടു ദ ന്യൂലി ഇലക്ടഡ് ഓഫീസ് ബെയറേഴ്സ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് നൈറ്റ്. താങ്ക് യു. പ്രസ്തുത പരിപാടിയിൽ മുൻ സോൺ ഡയറക്ടറും ഇപ്പോൾ ഐക്കോണിക് ട്രെയിനറുമായ നിതിൻ കൃഷ്ണ ആശംസ അറിയിച്ചു. പ്രിയപ്പെട്ട ചെയർമാൻ, ചീഫ് ഗസ്റ്റ്, എല്ലാവർക്കും നമസ്കാരം. JCIയുടെ ഏറ്റവും വലിയ മനോഹാരിത അതാണ്. എന്ത് വന്നാലും ഏതൊക്കെ പൊസിഷനിൽ നമ്മൾ എത്തിയാലും, ഇപ്പൊ നമ്മൾക്കറിയാം പഴയ നമ്മുടെ നാഷണൽ പ്രസിഡന്റാണ് അനീഷ് സി മാത്യു. അദ്ദേഹം വന്നാൽ പോലും നമ്മളുടെ പാസ് MVP നമ്മുടെ ഇവിടെ നിന്നുള്ള നിജോയ് സാർ, അദ്ദേഹം വന്നാലും എല്ലാവരും പ്രസിഡന്റ് ഇവിടെ ഇരിക്കുമ്പോൾ അവരെല്ലാം അവിടെയാണ് ഇരിക്കാറ്. കാരണം JCIയുടെ മനോഹാരിത അതാണ്. എത്ര പടവുകൾ കയറിയാലും വീണ്ടും നമ്മൾ താഴെ അവിടെ തന്നെ വന്നിരിക്കും. എന്തിനും ഏറ്റവും മുകളിൽ നിൽക്കുന്നത് പ്രസിഡന്റ് തന്നെയാണ്. നാളെ വേൾഡ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ പോലുമുള്ള അധികാരം ഇന്ന് ഇവിടെ ഇരിക്കുന്നതിൽ വേറെ ആർക്കുമില്ല. ഇവിടെ ഇരിക്കുന്ന ഒരു JC മെമ്പർക്കും ഇല്ല. JCIയുടെ വേൾഡ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണോ, നാഷണൽ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണോ, സോൺ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണോ, ഒറ്റ ആൾക്കേ അധികാരമുള്ളൂ. നമുക്ക് ആർക്കുമില്ല. അത് രേവതിക്ക് മാത്രമാണ്. ഇവിടെ ഇരിക്കുന്ന ഒരേ ഒരാൾക്ക് മാത്രമേ ഇവിടെ അധികാരമുള്ളൂ. അപ്പൊ JCIയുടെ പ്രോട്ടോകോൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അധികാരമുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് JC രേവതി ബിജു. ഇതിലെ സന്തോഷം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇവിടെ ഇരിക്കുന്ന ഈ സ്റ്റേജിലിരിക്കുന്ന കുറെ പേരെ ഇങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേക്ക് എവിടേക്കോ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് അങ്ങേറ്റം മുതലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സുരേഷ് ചേട്ടനെ നോക്കണ്ട, അത് ഏറ്റവും ചെറുപ്പം കുറഞ്ഞുകൊണ്ടാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാവരും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ ആൾക്കാരാണ് ഇവിടെ വരെ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും. അപ്പൊ അതൊരു സന്തോഷമുണ്ട്. കാരണം അങ്ങനെയുള്ളവർ ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ ഇനിയും ഒരു ഉയരങ്ങളിലേക്ക് പറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും രേവതിയുടെ യാത്ര അതൊരു വലിയ തുടക്കമാണ്. പക്ഷേ ഞാനിങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മുമ്പിൽ രണ്ട് മുഖങ്ങൾ ഇരിക്കുന്നുണ്ട്. 2018 ഞാൻ പ്രസിഡന്റായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ഇൻസ്പിറേഷൻസിനും ഇവിടെ വന്നിരുന്ന രണ്ട് പേര്, അത് മറ്റാരുമല്ല, നമ്മുടെ JC പ്ലാസ്നാലിന്റെ രാധാകൃഷ്ണൻ ചേട്ടനും, അന്ന് JC പ്ലാസ്നാലായിരുന്നു, ഇപ്പൊ JC പാലാ സെലോക്സിന്റെ പ്രസിഡന്റായിട്ടുള്ള ഓമന ചേച്ചിയാണ്. JC കിടങ്ങൂരിൽ എത്ര സ്നേഹം കാണിച്ചതിൽ ഉറപ്പായിട്ടും ഒരുപാട് നന്ദിയുണ്ട്. കാരണം നിങ്ങളെല്ലാവരും ഇൻസ്പിറേഷൻ ഇവിടെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവില്ല എന്നുള്ളതും എനിക്ക് ഉറപ്പാണ്. താങ്ക് യു വെരി മച്ച്. അതുപോലെ നമ്മളെ പ്രിയപ്പെട്ട സുരേഷ് ചേട്ടൻ ഇവിടെ ഇരിക്കുമ്പോൾ JC കിടങ്ങൂര് ആർക്കൊക്കെ ഈ കിടങ്ങൂരിന് എന്തൊക്കെ സംഭാവന ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഒരുപാട് നേതൃത്വങ്ങളുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ജോസേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു, പഴയ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു. സുരേഷ് ചേട്ടനുണ്ട്, നമ്മുടെ അനിൽ ചേട്ടനുണ്ട്. ഒരുപാട് പേര് കിടങ്ങൂരിലേക്ക് നമ്മൾ സംഭാവന ചെയ്തിട്ടുണ്ട്. അവസാനമായിട്ട് ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നത് നമ്മുടെ പാസ്റ്റ് പ്രസിഡന്റ്, നമ്മുടെ മെൻറ്ററുമായിരിക്കുന്ന സുരേഷ് ചേട്ടൻ. പിന്നെ നമ്മുടെ രാജീവ് ചേട്ടൻ്റെ കാര്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇന്ന് ഇൻസ്പിറേഷൻ ഇവിടെ നടക്കാൻ കാരണം അദ്ദേഹം ഉള്ളതാണ്. ഒരു പക്ഷേ അല്ലെങ്കിൽ ഞങ്ങളെല്ലാം JC വേണ്ടെന്ന് വെച്ച് ചിലപ്പോൾ ഒന്ന് പോയേനെ. പക്ഷേ JC സൊസൈറ്റി കട്ടയ്ക്ക് കൂടെ നിന്നു. ഒറ്റ കാര്യം പറഞ്ഞു, JC ഇവിടെ വേണം. രാജേട്ടൻ പറഞ്ഞു ഞാൻ എന്താ വേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതുപോലൊരു സപ്പോർട്ട് JC സൊസൈറ്റിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത് ഭയങ്കര കാര്യമാണ് രാജേട്ടൻ. തീർച്ചയായിട്ടും ഒരു വലിയ ഇൻസ്പിറേഷൻ ഞങ്ങൾക്ക്. പുതിയ ഭാരവാഹികൾ ഏറ്റവും നന്നായി പ്രവർത്തിക്കട്ടെ, ഏറ്റവും നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്. JC സൊസൈറ്റി പ്രസിഡന്റ് TK രാജു. എല്ലാ ഇൻസ്പിറേഷനും പങ്കെടുത്ത വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. മാത്രമല്ല ഈ സദസ്സിലുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു. കുറച്ച് പേര് നമ്മളെ വിട്ടുപോയി എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ കൃത്യമായി നടന്നുകൊണ്ടിരുന്ന 12 മാസവും നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന ഫാമിലി മീറ്റുകൾ, ഇതിലൊക്കെ ഒരു സജീവ സാന്നിധ്യമായി തുടർന്നു വന്ന ഇന്നും ഈ വേദിയിൽ നിൽക്കാൻ പറ്റി എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, രേവതിയും പ്രവീണുമൊക്കെ ഇപ്പം ഈ കൊച്ചുകുട്ടികളിതിലെ ഓടിക്കളിക്കുന്ന പോലെ നമ്മുടെ ഫാമിലി മീറ്റുകളിൽ ഓടിക്കളിച്ച് JC എന്താണെന്ന് കണ്ടു വളർന്ന ഓരോ പ്രവർത്തനങ്ങളും ചേട്ടന്മാരായിട്ടുള്ളവർ ചെയ്തതും സോണിൽ നിന്ന് വന്നവർ പറഞ്ഞതും കേട്ട് വളർന്നവരായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും അവർക്ക് പുതുതായി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും JC സൊസൈറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാവും, മുതിർന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാവും. എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പാലാ സൈലോക്സ് ഓമന രാധാകൃഷ്ണൻ. Most respected Chairperson JC Revati Biju,
chairman of JC Kidangur, and other dignitaries on the stage of this, and my dear friends. ലോകത്തിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനം JCI, അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ അല്ലെങ്കിൽ ആണിക്കല്ലാണ് ഓരോ ലോവും. അങ്ങനെ ഒരു ലോമിൻ്റെ പ്രസിഡൻ്റ് ആവുക എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അച്ചീവ്മെൻ്റാണ്. അത് ഏറ്റവും ക്രീമായിട്ടുള്ള, ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഒരു പ്രായത്തിൽ തന്നെ ആ നിലയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് JCIയുടെ ഏറ്റവും വലിയ നേട്ടം. ഞാനൊക്കെ JCയിൽ വന്നത് തന്നെ 40കൾക്ക് ശേഷമാണ്. അതുകൊണ്ട് വലിയ ലീഡർഷിപ്പിലേക്കൊക്കെ പോകാൻ പ്രായം ഒരു തടസ്സമായിരുന്നു. ഇപ്പോൾ ഞാൻ അത്ഭുതത്തോടു കൂടി ഓർക്കുന്നത്, എൻ്റെ മകളുടെ പ്രായം പോലും ഇല്ലാത്ത ഈ കുട്ടികളുമായിട്ട് വേണം ഞാൻ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ. കാരണം JC പാലാ സൈലോക്സിൻ്റെ പ്രസിഡന്റ് ഞാനാണ്. പക്ഷെ എനിക്കൊരു സന്തോഷമുള്ളത്, നമ്മൾ സാധാരണയായി പറഞ്ഞു കേൾക്കുന്നത് 3 ബുദ്ധിമാന്മാരുടെ കൂടെ നമ്മൾ നടന്നാൽ 4ാമത്തെ ബുദ്ധിമാൻ നമ്മളായിരിക്കും. 3 സമ്പന്നരുടെ കൂടെ നമ്മൾ നടന്നാൽ 4ാമത്തെ സമ്പന്നൻ നമ്മളായിരിക്കും. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, 3 സുന്ദരികളായ യുവതികളുടെ കൂടെ നടക്കുമ്പോൾ 4ാമത്തെ സുന്ദരിയായ യുവതിയും എനർജറ്റിക്കായ യുവതിയും ഞാനായിത്തീരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. തുടർന്ന് ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും വലിയ ഒരവസരമാണ് രേവതിക്ക് മുന്നിൽ വന്നു നിന്നിട്ടുള്ളത്. JC സെക്രട്ടറി അശ്വതിയെ വളരെ JCയിലേക്ക് വന്ന സമയം തൊട്ട് ഞാനുമൊക്കെ കണ്ടിട്ടുള്ളതാണ്. നോക്കി നിൽക്കെ എല്ലാ മേഖലകളിലേക്കും ആ കുട്ടി വളരെ മനോഹരമായി വളർന്നു പന്തലിക്കുന്നത് കാണുവാനുള്ള ഭാഗ്യവും സന്തോഷവും ഉണ്ടായി. അതുപോലുള്ള അവസരങ്ങൾ JCയുടെ പ്രസിഡന്റ്, വേൾഡ് പ്രസിഡന്റ് വരെ ആകാനുള്ള അവസരം രേവതിയുടെ മുന്നിലുണ്ട്. അതിന് രേവതിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ JC പാലാ സൈലോക്സിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും നമ്മൾക്ക് കൂട്ടായി പ്രവർത്തിക്കാൻ സാധിക്കട്ടെ, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഒന്നിച്ചു ചേർന്ന് നമുക്ക് ലെറ്റ്സ് മേക്ക് എ ഡിഫറൻസ്. JCI ബി ബെറ്റർ. താങ്ക് യു. വിളക്കുമാടം പ്രസിഡന്റ് JC ആൽഫി. Respected chairperson, dignitaries on the dais of the dais, and the dearest JC members of JC Kidangur. ആദ്യമായി തന്നെ എന്നെ ഇന്നത്തെ ഈ ഇൻസ്റ്റലേഷൻ സെറമണിയിലേക്ക് ക്ഷണിച്ചതിന് ഞാൻ നന്ദി പറയുകയാണ്. ഞങ്ങൾ പ്രസിഡൻസ് അക്കാഡമിയിൽ ഞാനും രേവതിയും ഒരേ റൂമിലായിരുന്നു, ഞങ്ങൾ റൂംമേറ്റ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പരിചയം ഞങ്ങൾ തമ്മിലുണ്ട്. ഈ ഒരു എൻ്റെ അറിവ് വെച്ച് JC കിടങ്ങൂർ സ്ഥാപിതമായിട്ട് ഒരു 27 വർഷത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഉത്തരവാദിത്തമല്ല, ഇത്രയും ഒരു പാരമ്പര്യമുള്ള ഒരു JC ലോമിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ചെറിയൊരു ഉത്തരവാദിത്തമല്ല. എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് അക്കാഡമിക്സും ഈ ഒരു പ്രവർത്തനവും കൂടെ മുന്നോട്ട് കൊണ്ടുപോകുക സിമ്പിളല്ല. പക്ഷേ എല്ലാവരുടെയും ഒരു സഹകരണത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. JC വിളക്കുമാടത്തിൻ്റെ എല്ലാ പിന്തുണയും എല്ലാ സപ്പോർട്ടും ഏത് സെക്കൻഡിലും ഏത് പാതിരാത്രി വിളിച്ചാലും എന്നെ കിട്ടും. ആ ഉറപ്പ് ഞാൻ തരാം. ഏത് സപ്പോർട്ടിനാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ഇനി ഒരു ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള ഒരു JC വർഷം ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. കിടങ്ങൂർ JCI JJ നികുഞ്ച് കൃഷ്ണ എന്നിവരും ആശംസ അറിയിച്ചു. 2024 JCI കിടങ്ങൂരിൻ്റെ ജൂനിയർ JC വിങ്ങിൻ്റെ സെക്രട്ടറിയായി എന്നെ തിരഞ്ഞെടുത്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ വർഷത്തെ JCIയുടെ തീം തന്നെ ലെറ്റ്സ് മേക്ക് എ ഡിഫറൻസ് എന്നാണല്ലോ. JCI കിടങ്ങൂരിൻ്റെ എല്ലാ പ്രവർത്തികൾക്കും പിന്തുണയായി ഞാൻ ഉണ്ടായിരിക്കുന്നതാണ്. ഈ വർഷം വളരെ നല്ലൊരു വർഷമാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. JC. കിടങ്ങൂർ JCI ട്രഷറർ JC ജോസ് ബി തോമസ്, പാലാ സൈലോക്സ് ഡോക്ടർ മനോജ് ജോൺസൺ തുടങ്ങിയവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. പ്രസ്തുത പരിപാടിയിൽ JC സെക്രട്ടറി പ്രവീൺ P നന്ദിയും രേഖപ്പെടുത്തി. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രസിഡന്റ് JC രേവതി ബിജു, ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ ചീഫ് ഗസ്റ്റ് JC സെനറ്റർ അശ്വതി റോയ്,
മറ്റ് വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കർത്തവ്യം ഇവിടെ വന്നുകൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഇൻസ്റ്റലേഷൻ പരിപാടി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും സഹകരണത്തോടെ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് നടത്തുവാൻ സാധിച്ചു. ഇന്ന് ഈ പരിപാടിയിൽ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ മെമ്പേഴ്സിനോടും അവരുടെ കുടുംബാംഗങ്ങളോടും JCI കിടങ്ങൂരിൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നല്ലൊരു സഹായം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് JCs ആൻഡ് ബി ബെറ്റർ. മേഘദൂത ന്യൂസ്, കിടങ്ങൂർ.